നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സനാതനമായ ധർമ്മം സമ്പൂർണമായി നിലനിൽക്കുന്നത് ധൃതയുഗത്തിലാണ്. ആ ഉത്തമമായ യുഗകാലത്ത് ധർമ്മം തളരുകയോ പ്രജകൾ ക്ഷയിക്കുകയോ ചെയ്യുന്നില്ല. കൃതയുഗത്തിൽ ആധികളോ ഇന്ദ്രിയക്ഷയമോ അസൂയയോ ദുഃഖമോ ഗർവോ കാപട്യമോ വൈരമോ ദ്വേഷമോ പരദൂഷണമോ ഭയമോ ഈർഷ്യയോ മാത്സര്യമോ ഒന്നുമില്ല. പരമാനന്ദാത്മകമായ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ഉത്സുകരായ യോഗികൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ചതുരാശ്രമങ്ങളിൽ പ്രവർത്തിച്ച് ഫലത്തെ കാമിക്കാതെ കർമ്മം ചെയ്ത് പരമഗതി പ്രാപിക്കുന്നവരാണ് അന്നുണ്ടായിരുന്നത്. ഇനി ത്രേതായുഗത്തിലാണ് യജ്ഞങ്ങളുടെ ആരംഭം. ധർമ്മത്തിൻ്റെ കാൽഭാഗം അന്ന് നഷ്ടപ്പെട്ടു. സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരും തപോദാന നിരതരുമാണ് ത്രേതായുഗത്തിലുള്ളത്. എങ്കിലും അന്നത്തെ ക്രിയാദാനങ്ങൾ ഫലത്തെ കാംക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു. തുടർന്ന് ഗുരുവചനം കേൾക്കാം. 33 കോടി ദേവന്മാരിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ ഒരു നേട്ടവുമില്ല. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, കരുത്തരായി ജീവിക്കുക. സ്വാമി വിവേകാനന്ദൻ. ശങ്കര സ്തോത്ര പാരായണത്തിൽ ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം. തപോയജ്ഞദാനാദിഭിः ശുദ്ധബുദ്ധി വിരക്തോ നൃപാദേ പദേ തുച്ഛബുദ്ധ്യാ പരിത്യജ്യ സർവം യദാപ്നോതി വിദ്വാൻ പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി. തപോയജ്ഞദാനാദിഭിः ശുദ്ധബുദ്ധി വിരക്തോ നൃപാദേ പദേ തുച്ഛബുദ്ധ്യാ പരിത്യജ്യ സർവം യദാപ്നോതി വിദ്വാൻ പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം കേൾക്കാം. ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകമാണ് നമ്മൾ ശങ്കര സ്തോത്രാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ശാരീരിക, മാനസിക, വാചികമായ തപസ്സുകളെയും ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുന്ന യജ്ഞങ്ങളെയും സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം 1-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ തപസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു തുടങ്ങിയത്. അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട് ചെയ്യുന്ന സകല സാധനകളും വാസ്തവത്തിൽ തപസ് തന്നെയാണ്. ഇന്ദ്രിയ മനോനിയന്ത്രണം തന്നെയാണ് തപസ്. ഈ തപസ്സിനെ 3ആയി വിഭജിക്കുന്നുണ്ട്: ശാരീരികം, വാചികം, മാനസികം. ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്സാണ് ശാരീരിക തപസ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലോചിച്ചു. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശാരീരം തപ ഉച്യത്തെ എന്ന്. അതുപോലെ വാക്കുകൊണ്ടുള്ള തപസ് വളരെ പ്രധാനമാണ്. മനസ്സുകൊണ്ടുള്ളതും. വാക്കുകൊണ്ടുള്ള തപസ് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ എന്ന് ഭഗവത്ഗീത പറയും. അപ്പോൾ അനുദ്വേഗകരമായ വാക്യങ്ങളെ പറഞ്ഞ് ശീലിക്കുക. എപ്പോഴും മറ്റുള്ളവർക്ക് ഉദ്വേഗമുണ്ടാക്കാത്ത, ഞെട്ടലുണ്ടാക്കാത്ത രീതിയിൽ മധുരമായി സംസാരിച്ച് ശീലിക്കുക. ആ പറയുന്നതോ സത്യമായിരിക്കണം, പറയുന്നത് പ്രിയമായ രീതിയിലായിരിക്കണം, പറയുന്നത് ഹിതമായ വിഷയമായിരിക്കണം. ഒന്ന് ഹിതമായിരിക്കണം, മറ്റൊന്ന് പ്രിയമായിരിക്കണം. ഹിതം പ്രിയമാകണമെന്നില്ല, പ്രിയം ഒട്ട് ഹിതമാകണമെന്നുമില്ല. സാമാന്യ ലോകത്തിൽ ഹിതം പലപ്പോഴും പ്രിയമാവില്ല, അപ്രിയമാകും. എന്നാൽ പ്രിയവുമാകണം, ഹിതവുമാകണം, സത്യവുമാകണം. അങ്ങനെയുള്ള വാക്യത്തെ മറ്റുള്ളവർക്ക് ക്ലേശം, ഞെട്ടൽ ഉണ്ടാക്കാത്ത രീതിയിൽ പറയുക. പിന്നെയോ സ്വാധ്യായാഭ്യസനം ചെയ്യുക, സ്വാധ്യായത്തിൻ്റെ ആവർത്തനം ചെയ്യുക. അഭ്യസനം ആവർത്തനമാണ്. ധർമ്മശാസ്ത്രങ്ങളെ ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കുക, ഓതുക, ഉരുവിടുക. ഇത് വാക്കുകൊണ്ടുള്ള തപസ്സാണ്. അതുപോലെ മനസ്സുകൊണ്ടുള്ള തപസ്സുണ്ട്. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യത്തെ. ഗീതയിൽ പറയും. എപ്പോഴും മനസ്സിൻ്റെ പ്രസന്നത സൂക്ഷിക്കുക. അതൊരു തപസ്സാണ്. കലുഷിതമാകുന്ന, കലങ്ങിമറിയുന്ന ഏത് സാഹചര്യം വന്നാലും അതിനാൽ ബാധിക്കപ്പെടാതെ മനസ്സിൻ്റെ പ്രസാദഭാവം സൂക്ഷിക്കുക. അത് സൗമ്യത്വമാണ്. സൗമ്യഭാവത്തെ ഉണ്ടാക്കും. മനസ്സ് സൗമ്യമായിരിക്കുക. ആ മനസ്സിൻ്റെ സൗമ്യത്വം മുഖത്തും അഭിവ്യക്തമായിരിക്കും. നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ, വിശേഷിച്ച് ഉപനിഷത്തുകളിലേക്ക് പോകുമ്പോൾ, എല്ലാ ഗുരുനാഥന്മാരും എല്ലാ ശിഷ്യന്മാരെയും വിളിക്കുന്ന ഒരു പൊതുവായ പേരാണ് സൗമ്യ, സൗമ്യ എന്നൊക്കെ. പ്രിയദർശന എന്ന്. മുഖം പ്രസന്നമായിരിക്കും. അതാണ് വേദാന്ത പഠനത്തിനുള്ള യോഗ്യത തന്നെ. അതുകൊണ്ടാണല്ലോ ഗുരുനാഥൻ ശിഷ്യനെ സംബോധന ചെയ്യുമ്പോൾ സൗമ്യ, സൗമ്യ എന്ന് ആവർത്തിക്കുന്നത്. മൗനം മനനമാണ്. നിരന്തരം മനനം ചെയ്യുക. സത്യത്തെക്കുറിച്ചുള്ള വിചാരം നിരന്തരം ചെയ്യുക. ആത്മവിനിഗ്രഹ, തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും എല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുക, മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുക. സർവോപരി ഭാവസംശുദ്ധി, നമ്മുടെ മനോഭാവം സംശുദ്ധമാക്കി സൂക്ഷിക്കുക.
അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം എന്നുള്ള ചിന്തയില്ലാതിരിക്കുക. ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ തപസ്സായി. ഈ മൂന്നും, അതായത് ശാരീരികം, വാചികം, മാനസികം, ഈ 3 തപസ്സും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സായി. ഇങ്ങനെ ജീവിതത്തിൽ തപസ് ചെയ്യുക. എത്ര നമ്മൾ ശുദ്ധഭാവനയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, ഫലാകാംക്ഷയില്ലാതെ തപസ് ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ അന്ധഃകരണം ശുദ്ധമായി വരും. അതുപോലെ തന്നെയാണ് യജ്ഞങ്ങൾ. യജ്ഞമെന്ന് പറയുമ്പോൾ ദേവപൂജാപരമായ എല്ലാം യജ്ഞമാണ്. ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുന്ന എല്ലാം യജ്ഞമാണ്. ദേവപൂജ, വിധി, സംഗതികരണ ദാനേഷു. ദേവപൂജ, അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഗതികൾ, അത് സംഗതമാക്കി തീർക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദാനം, ഇതിൻ്റെ എല്ലാം അർത്ഥമാണ് യജ് ധാതുവിനുള്ളത്. ആ യജ് ധാതുവിൽ നിന്നാണ് യജ്ഞശബ്ദം വരുന്നത്. അപ്പോൾ ദേവപൂജ, ഈശ്വര പൂജാപരമായ എല്ലാം യജ്ഞമാണ്. ഈശ്വരാർപ്പണ ഭാവത്തിലുള്ള എല്ലാം യജ്ഞമാണ്. എന്തെന്ത് സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുന്നുണ്ടോ അതെല്ലാം യജ്ഞമാണ്. അവിടെ ലൗകിക വൈദിക ഭേദമില്ല. ലൗകികമായും യജ്ഞങ്ങളുണ്ട്, വൈദികമായും യജ്ഞങ്ങളുണ്ട്. എത്ര നമ്മൾ ഈ യജ്ഞാനുഷ്ഠാനം ചെയ്യുന്നു അത്ര കണ്ട് നമ്മുടെ അന്ധഃകരണം ശുദ്ധമായി വരും. അവിടെ എൻ്റെ കർത്തവ്യമാണിതെന്ന ബോധത്തോടു കൂടി ചെയ്യുന്നതായിരിക്കണം. യഷ്ടവ്യമേവ, എൻ്റെ കർത്തവ്യമാണ് എന്ന ബോധത്തോടു കൂടി. ആരാൽ? അഫലാകാംക്ഷിഭിഹി, ഫലകാംക്ഷയില്ലാത്തവരാൽ, വിധിയെ, ശാസ്ത്രവിധിയെ പാലിച്ചുകൊണ്ട്, വിധിദൃഷ്ട. ഗീതയിൽ എങ്ങനെയുള്ള യജ്ഞങ്ങളാണ് സാത്വികങ്ങളായ യജ്ഞങ്ങളെന്ന് പറയുന്നിടത്ത് ഭഗവാൻ വ്യക്തമായി പറയുന്നതാണ്. ഒന്ന്, ഫലകാംക്ഷയില്ലാത്തവർ ചെയ്യുന്നതായിരിക്കണം, അഫലാകാംക്ഷിഭിഹി. 2, വിധിദൃഷ്ട, ശാസ്ത്രവിധിക്ക് അനുസൃതമായിട്ടായിരിക്കണം ചെയ്യുന്നത്. സർവോപരി യഷ്ടവ്യമേവ ഇതി മനസ്സമാധായ, ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന രീതിയിൽ മനസ്സിനെ സമാധാനിപ്പിച്ച് ഏകാഗ്രമാക്കിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയുള്ള യജ്ഞങ്ങളാണ് സാത്വികങ്ങളായ യജ്ഞങ്ങൾ. അപ്പോൾ തപസ്, യജ്ഞം, ദാനം. ദാനം എന്ന് പറഞ്ഞാൽ യഥാശക്തി സംവിഭാഗമാണ്. ശക്തിക്കനുസരിച്ച് മറ്റുള്ളവരുമായി വിഭവങ്ങളെ പങ്കുവെക്കുന്നതാണ് ദാനം. വിദ്യയാവാം, ധനമാകാം, അന്നമാകാം, ഇന്നതെന്ന് പറയാൻ പറ്റില്ല. എന്താണോ തനിക്ക് കൈവശമുള്ള വസ്തു അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. വാസ്തവത്തിൽ ഈ ദാനത്തിലാണ് പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. ദാനമാണ് കാറ്റ്, ദാനമാണ് സൂര്യൻ്റെ വെളിച്ചം, ദാനമാണ് നദിയുടെ പ്രവാഹം, എല്ലാം. ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും ദാനമാണ്. അപ്പോൾ തപോയജ്ഞ ദാനാദിഭിഹി, തപസ്, യജ്ഞം, ദാനം തുടങ്ങിയവയെ കൊണ്ട് നമ്മുടെ അന്ധഃകരണത്തിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങും. മനോമാലിന്യങ്ങൾ നീങ്ങി ശുദ്ധഭാവത്തെ പ്രാപിക്കും. അങ്ങനെ ശുദ്ധബുദ്ധിയായവൻ, അതാണ് തപോയജ്ഞദാനാദിഭിശുദ്ധബുദ്ധി എന്ന് പറയുന്നത്. ഈ ശുദ്ധബുദ്ധി നേടിയിട്ടാണ് തുടർന്നുള്ള സാധനാക്രമങ്ങൾ. അവയെ നമുക്ക് ക്രമമായി ചിന്തിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ദേവസ്വം ഭൂമിയായ കേരളത്തിൽ ശ്രീ പരശുരാമൻ ശൈവമായും ശാക്തമായുമുള്ള ന്യാസങ്ങൾ ചെയ്ത് ഈ ഭൂമിഭാഗത്തെ മന്ത്രഭൂതമാക്കി തീർത്ത് ഭാരതഭൂമിയിൽ വിലയിപ്പിച്ചു. ഇതിനുവേണ്ടി 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. കേരളത്തിൽ അറിയപ്പെടുന്ന 108 ദുർഗാലയങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കുമാരനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പണ്ട് നിലവിലിരുന്ന 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ. കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്.
തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഭക്തർക്ക് ഇഷ്ടവരപ്രദായിനിയായാണ് ദേവിയുടെ അധിവാസം. ഇവിടെ കുടികൊള്ളുന്ന ദേവീ ചൈതന്യത്തിന്റെ പ്രസിദ്ധിയിലാണ് കുമാരനല്ലൂർ ഗ്രാമം അറിയപ്പെടുന്നത്. പണ്ടുകാലം മുതൽക്ക് തന്നെ കുമാരനല്ലൂർ സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ പുകൾപെറ്റതായിരുന്നു. കാർത്തികേയനി ദേവിയുടെ ചൈതന്യം ഇവിടെ എത്തുന്നതിനു മുൻപ് ഈ പ്രദേശം തിങ്കൾക്കാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷവും ഈ ഗ്രാമത്തിന്റെ പേരിൽ മാറ്റമുണ്ടായതായി വിശ്വസിക്കുന്നു. തിങ്കൾക്കാടിനു ശേഷവും ഈ പ്രദേശം ഇന്ദുകാനനം എന്ന പേരിലും അറിയപ്പെട്ടു. ചില പഴയ രേഖകളിൽ ഈ പ്രദേശം മഹിഷാരി കോവിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിന് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവുമായുള്ള ബന്ധം അഭേദ്യമാണ്. ഇവിടുത്തെ ഐതിഹ്യം മധുരയുമായി ഇഴചേർന്നിരിക്കുന്നു എന്നതിനാലാണത്. ദേവീ ചൈതന്യം ഇവിടെ കുടികൊള്ളാനുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കേരളം ഭരിച്ചിരുന്ന നെടുംചേരലാതൻ എന്ന ചേര രാജാവ് വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ദേവീ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു. ഇതേ രാജാവ് തന്നെ ഇപ്പോൾ കാർത്യായനി ദേവി ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താൻ മറ്റൊരു ക്ഷേത്രവും പണികഴിപ്പിച്ചു. ഈ സന്ദർഭത്തിലാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു അത്യാഹിതം നടന്നത്. ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന രത്നഖചിതമായ മൂക്കുത്തി കാണാതെയായി. മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംശയം അവിടുത്തെ പൂജാരിയിലേക്കും നീണ്ടു. 41 ദിവസത്തിനകം മൂക്കുത്തി കണ്ടുകിട്ടിയില്ലെങ്കിൽ പൂജാരിയെ വധിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ പൂജാരി നിരപരാധിയായിരുന്നു. അങ്ങനെയിരിക്കെ 40-ാം ദിനവും വന്നെത്തി. അന്ന് രാത്രി പൂജാരിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഈ വിധം പറഞ്ഞു: എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രസന്നിധി വിട്ട് പൊയ്ക്കൊള്ളുക, ഇല്ലെങ്കിൽ അത് ആപത്ത് വിളിച്ചു വരുത്തുകയാവും ഫലം. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. സാധുവായ ശാന്തിക്കാരൻ ഈ വിധം ദർശനമുണ്ടായപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങി. ഒരു ദിവ്യ തേജസ് പൂജാരിക്ക് മുന്നിൽ വഴികാട്ടിയായി. ഒടുവിൽ പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് വന്നു നിന്നത് ഇന്നത്തെ കുമാരനല്ലൂർ എന്ന സ്ഥലത്തായിരുന്നു. ഈ സമയം ചേരമാൻ പെരുമാൾ അവിടെ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ കുമാരനെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറെ ദൂരം യാത്ര ചെയ്ത പൂജാരി ക്ഷീണവും തളർച്ചയും കാരണം ഈ ക്ഷേത്രത്തിനു മുന്നിൽ തളർന്നു വീണു. പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് ശ്രീകോവിലിനകത്തേക്കും പ്രവേശിച്ചു. ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. ദിവ്യ തേജസ് തങ്ങളിൽ പ്രസാദിച്ച സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് അവർ വിശ്വസിച്ചു. കഥയൊന്നും അറിയാതെ ആ ശ്രീകോവിലിൽ കുമാരപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പ്രതിഷ്ഠാ മുഹൂർത്തമായപ്പോൾ അവിടമാകെ ഒരു അശരീരി മുഴങ്ങി. കുമാരനല്ല ഊരിൽ എന്നതായിരുന്നു അത്. ഈ അശരീരിയിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് കുമാരനല്ലൂർ എന്ന പേരുണ്ടായത് എന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കാനെത്തിയ ചേരമാൻ പെരുമാൾ ഈ അശരീരി വാക്യം കേട്ട് പ്രതിഷ്ഠ പിന്നീടാകാമെന്ന് നിശ്ചയിച്ച് വൈക്കത്തേക്ക് വള്ളം കയറി. വള്ളം നീങ്ങിക്കൊണ്ടിരിക്കവേ മാഞ്ഞൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അസാധാരണമായ വിധത്തിൽ മൂടൽ മഞ്ഞു നിറഞ്ഞു. വള്ളം തുഴഞ്ഞവർക്ക് ബോധക്ഷയവും വിഭ്രാന്തിയും ഉണ്ടായി. ഇതേ തുടർന്ന് ചേരമാൻ പെരുമാൾ കുമാരനല്ലൂരിൽ എത്തിച്ചേർന്നു. ആ സമയം അദ്ദേഹത്തിന് മറ്റൊരു ദർശനമുണ്ടായി. വേദഗിരിയിലെ മോക്ഷസരസിൽ ഒരു വിഗ്രഹം ജലാധിവാസമായി കിടപ്പുണ്ടെന്നും ശ്രീ പരശുരാമനാൽ പൂജിക്കപ്പെട്ട ആ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്നും. ഇതുപ്രകാരം വേദഗിരിയിലെത്തിയ രാജപരിവാരങ്ങൾ വിഗ്രഹം കണ്ടെടുത്ത് കുമാരനല്ലൂരിൽ എത്തിച്ചു. കുമാരനല്ലൂരിൽ ദേവീ വിഗ്രഹം പ്രതിഷ്ഠ നടത്തുന്ന ശുഭമുഹൂർത്തമായപ്പോൾ ജടാധാരിയായ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ശ്രീ പരശുരാമൻ ക്ഷേത്രത്തിലെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം. വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പെരുമാൾ തന്റെ സ്വത്തുക്കൾ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി. ദേവിയോടൊപ്പം മധുരയിൽ നിന്നും വന്ന പൂജാരിയെ ക്ഷേത്രം ശാന്തിയാക്കി അധികാരമേൽപ്പിച്ചു. മധുരയിൽ നിന്നും വന്നവരായതുകൊണ്ട് പിന്നീട് ഇവർ മധുര നമ്പൂതിരിമാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ നാലമ്പലവും ശ്രീകോവിലും ഉത്തമങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്.
കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ ദർശന രീതിക്ക് പ്രത്യേകതകളുണ്ട്. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ വലതുഭാഗത്തായി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നമസ്കാര മണ്ഡപത്തിലെ പടിഞ്ഞാറു ഭാഗത്തെ തൂണിൽ കുടിയിരിക്കുന്ന മണിഭൂഷണൻ അഥവാ ശാസ്താവിനെ തെക്കേ വാതിലിലൂടെ വലം വച്ച് വന്ദിച്ച ശേഷമാണ് ദേവിയെ നമസ്കരിക്കേണ്ടത് എന്നാണ് ചിട്ട. ശ്രീകോവിൽ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചുമർ ചിത്രങ്ങൾ ഏതൊരു ഭക്തനെയും ആകർഷിക്കാൻ പോകുന്നതാണ്. നാശത്തിന്റെ വാക്കിലെത്തിയ ഈ ചുമർ ചിത്രങ്ങൾ ക്ഷേത്രസമിതി പുതുക്കിയെടുത്തത് ഏറെ ശ്ലാഘനീയമാണ്. പൂജയും 3 ശീവേലിയുമാണ് ഇവിടെ. കടിയക്കോൽ ഇല്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രം. ഊരാൺമ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇവിടുത്തെ ക്ഷേത്രഭരണം. 17 ഇല്ലക്കാർക്ക് ഊരാൺമയുള്ള ക്ഷേത്രമായിരുന്നു കുമാരനല്ലൂർ. ഇതിൽ 7 ഇല്ലങ്ങൾ അന്യം നിന്നുപോയി. ഇപ്പോൾ 9 ഇല്ലക്കാർക്കാണ് അവകാശം. കാർത്തിക ആഘോഷമാണ് കുമാരനല്ലൂരിലെ ഉത്സവം. വൃശ്ചികത്തിലെ കാർത്തിക പള്ളിവേട്ടയായി 10 ദിവസമാണ് ഉത്സവം. മീനച്ചിലാറ്റിലാണ് ആറാട്ടം. ഉത്സവത്തിന് പിടിയാന വേണമെന്നാണ് ആചാരം. കാർത്തിക ഉത്സവം കുമാരനല്ലൂർ ഗ്രാമത്തിന് പുതുചൈതന്യം പകരുന്ന വേളയാണ്. മീനത്തിലെ പൂരത്തിനും 1 ദിവസത്തെ ആഘോഷമുണ്ട്. പഴയ കാലത്ത് തുലാത്തിലെ രോഹിണി മുതൽ വൃശ്ചികത്തിലെ രോഹിണി വരെ 28 ദിവസത്തെ ഉത്സവമായിരുന്നു. ചെമ്പരുത്തി, ചുവന്ന പട്ട്, കൊമ്പനാന, ക്ഷത്രിയ വംശം എന്നിവ നാലമ്പലത്തിനകത്ത് കടക്കരുതെന്ന് ചിട്ടയുണ്ട്. മഞ്ഞൾ അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ചന്ദനത്തിനു പകരം മഞ്ഞളാണ് ഇവിടെ പ്രസാദം. കുമാരനല്ലൂർ ദേവിയുടെ ആശ്രിതരാവുക എന്നത് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ആർജിക്കുക എന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. അമ്മയുടെ അഭയവരദാപ മുദ്രയണിയാൻ ആ മടിത്തട്ടിൽ സകല സങ്കടങ്ങളും ഇറക്കിവയ്ക്കാൻ ഭക്തജനങ്ങൾ ഇവിടെ മഞ്ഞൾ പ്രസാദം അണിയുകയാണ്.